ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് പെരുന്നാൾക്കാണ് കേട്ടോ. രണ്ടാമത്തെ പെരുന്നാൾക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇടാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. പിന്നെ പെരുന്നാളിൻ്റെ കുറച്ച് ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ്ലി ഓഫായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് പുറത്തൊക്കെ പോകാനും നമുക്ക് പെർട്ടിക്കുലർ ടൈമിലല്ലാതെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഈവനിങ് ടൈം തൊട്ടിട്ട് നൈറ്റ് കുറേ ലേറ്റായിട്ട് അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമിലൊക്കെ ഉള്ളത് നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടാവും. ഈവനിങ് ടൈം നമുക്ക് കിട്ടാറില്ല. ബട്ട് പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിന് മാത്രമാണ് നമുക്കൊരു ഈവനിങ് ടൈം പുറത്ത് പോകാൻ പറ്റുക. അപ്പോൾ പെരുന്നാളിന് കുറച്ച് ഡേയ്സ് ലീവായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്താണ് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടാവുക. കാരണം ഞാനിവിടെ വന്നാൽ എനിക്ക് ഈവനിങ്സ് ഒന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല, ഈ ഒരു കാരണം കൊണ്ട്. കാരണം അവരുടെ ഡ്യൂട്ടി ടൈം ആ ഒരു ടൈം ആയതുകൊണ്ട്. നമ്മൾ പോയത് റിയാദിലുള്ള സോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലോട്ടാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അതും ഈ ഒരു ടൈം വരണം എങ്കിൽ നമുക്ക് ഒരു നൈറ്റോട് അടുക്കുന്ന സമയം, ഒരു ഈവനിങ് ടൈം ടു നൈറ്റിലാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ കാര്യമായിട്ട് ഞാൻ പോയത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് പോയത്. അതിന് പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് ആക്ടിവിറ്റീസും പിന്നെ ഇതുപോലത്തെ കുറച്ച് ഐസ്ക്രീംസും പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. നമ്മൾ ആ ടൈം ആയപ്പോഴേക്കും തിരിച്ചു പോന്നു. നമ്മളൊരു 5 മണി സമയത്താണ് തോന്നുന്നു അവിടേക്ക് എത്തിയത്. പിന്നെ അവിടെ ഇങ്ങനെ അധിക സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. അത്യാവശ്യം കോഫി ഷോപ്സ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും കാര്യങ്ങളും ഷോപ്പിംഗ് മാൾസ് കുറച്ച് കുറവാണ്, എന്നാലും ഉണ്ട്. കുറച്ച് ലക്ഷറി ഐറ്റംസ് ആണ്. നമ്മളവിടെ ഒന്നും പോയിട്ടില്ല കാര്യമായിട്ട്. പിന്നെ എന്താ പറയുക, കാര്യമായിട്ടുള്ള പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഈ ഒരു ടോയ് ട്രെയിൻ ആണ് കേട്ടോ. ഈ ടോയ് ട്രെയിന് 25 റിയാൽ പെർ പേഴ്സണ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അവനതിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ കയറണം എങ്കിൽ മാത്രം ഐബി കയറും. അപ്പോൾ പിന്നെ എനിക്കതിൽ കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പെർ പേഴ്സൺ നമ്മൾ 50 റിയാലൊക്കെ കൊടുത്തിട്ട് അതിൽ കയറേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു. പിന്നെ എന്താ പറയുക, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഫുഡ് എന്തെങ്കിലും കഴിക്കണമായിരുന്നു. പക്ഷേ ആ ഉലയ്യ ടൗണിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും നമുക്ക് അധികം പരിചയമില്ല ആ ഒരു പ്ലേസ്. ഇവിടെ കുറച്ച് ഇതുപോലത്തെ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഗെയിംസും സംഭവങ്ങളൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണി ആഫ്റ്റർ 7 PM എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ ചോദിച്ച സമയത്ത്. സമ്മർ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് കേട്ടോ അത് വാട്ടർ സ്പ്രേയിങ്. ഓൾമോസ്റ്റ് എല്ലാ ഓപ്പൺ സ്പേസിലും ഈ ഒരു വാട്ടർ സ്പ്രേയിങ് ഉണ്ടാവും. അത് നമുക്കും തന്നെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ നമ്മൾ പുറത്തൂടി നടക്കുന്ന സമയത്ത് നമുക്ക് AC കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിലോ കാറിൻ്റെ ഉള്ളിലാണെങ്കിലോ ഈവൻ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമുക്ക് AC ഉണ്ടാവുള്ളൂ. പക്ഷെ പുറത്ത് നമുക്ക് AC ഉണ്ടാവില്ലല്ലോ. നമ്മൾ ആ ഒരു ചൂടെന്തായാലും നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഈ ഒരു സംഭവം. ഇത് നല്ല കാര്യമാണ്. നമുക്ക് അധികം ഉണ്ടാവില്ല. ഒരു വാട്ടർ ജസ്റ്റ് ഒരു സ്പ്രേ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിങ്ങനെ മിനിറ്റിന് ഓരോ സമയത്ത് ഇങ്ങനെ അവർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഓൾട്ടർനേറ്റീവ് ടൈമിൽ അവരിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ ആക്ടിവിറ്റീസ് എപ്പോൾ ഓപ്പൺ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കുമെന്ന് അവർ പറഞ്ഞു. കുറേ സംഭവങ്ങൾ അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും സ്റ്റാഫൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുക ചെയ്തത്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഡേ കൂടിയാണല്ലോ. അപ്പോൾ അധിക സമയം നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോന്നു.
പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഒരു പാർക്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക ചെയ്തത്. അവിടെ വന്നിരുന്ന് കുറച്ച് സമയം ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഐബിക്ക് ഭയങ്കര പരാതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവന് കളിക്കാനൊന്നും പറ്റില്ല എന്നുള്ള പരാതി. അപ്പോൾ ആ പരാതി അങ്ങ് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ സിറ്റി മോളിൽ പോയി. നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ തന്നെയാണ് സിറ്റി മോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അവിടുന്ന് സുഖമാണല്ലോ. നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ടാണ് ഫുഡെല്ലാം കഴിച്ചത്. ഇവിടെ പിന്നെ ഏത് സമയം പോയാലും അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും. ഇവിടെ ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇതാണല്ലോ, അപ്പോൾ എല്ലാവരും വരും. ഒരുപാട് കുട്ടികളെല്ലാം ഒരുപാട് ഗെയിംസും കളിച്ചിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാണ്. പക്ഷെ അവനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഞാനും കൂടെ കയറണം, എങ്കിൽ മാത്രമേ അവൻ കയറുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ പപ്പ കയറണം. ഇത് രണ്ടും നടക്കാത്ത സ്ഥിതിക്ക് അവന് കുറച്ച് ചെറിയ ചെറിയ റൈഡ്സിൽ മാത്രമാണ് കയറിയത്. വലിയ വലിയ റൈഡ്സിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് തിരിക്കുക ചെയ്തത്. പിന്നെ അവിടെ ക്ലോസ് ചെയ്യാനും സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.